അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുമായിരുന്നു, ഉറപ്പായും ചിരിക്കുമായിരുന്നു. നബി തങ്ങളുടെ പുഞ്ചിരിയെ കുറിച്ച് ചോദിച്ചാൽ അത്ഭുതത്തോടെ സഹാബികൾക്ക് മറുപടി പറയാൻ പറ്റും. ആരോട് ചോദിച്ചാലും പറയും അള്ളാന്റെ ഹബീബിന്റെ പുഞ്ചിരി മാത്രമല്ല, ആ മുഖത്തിൽ നിന്ന് ചിരി മാഞ്ഞുപോയ ചില അപൂർവം ചില സമയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന്, വഹി ഇറങ്ങാൻ കുറച്ച് താമസിച്ചു പോയപ്പോൾ സങ്കടത്തോടെ മുത്തായ തങ്ങളുടെ മുഖത്ത് ചിരി മാഞ്ഞുപോയി. രണ്ട്, ചാടിയിട്ടമ്പിയ സുവദിന് മാറേണ വെള്ളം കുടിക്കുന്നോനാരേണ പ്രവാചക പൂങ്കവന്റെ മനസ്സിന്തകത്ത് ചേക്കേറിപ്പോയ ധീരനാര വീരനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല ഉഹദിന്റെ രണാകളത്തിൽ വലിച്ചീറപ്പെട്ടപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ വെട്ടിയെരിഞ്ഞു പോയപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് കരൾ പുറപ്പെടുത്ത് ചവച്ചു വിട്ടയിലേക്ക് കാർക്കിച്ചൊതുപ്പിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പിന്നെ കുറെ സമയത്തേക്ക് ചിരി വിടർന്നു വന്നില്ല. അല്ലാഹുവേ, മുത്തുനബി തങ്ങൾ ഇതുപോലെ കരഞ്ഞ, ഇതുപോലെ മുഖത്ത് ദുഃഖം തളം കെട്ടിരുന്ന സംഭവം പിന്നെ വേറെയില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ചില എണ്ണപ്പെട്ട വിലപ്പെട്ട സമയത്തല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിലൊന്ന് ചിരിമാഞ്ഞു പോയിട്ടില്ല. മുത്തായ തങ്ങളുടെ മുഖത്തിലൊന്ന് ചിരിമാഞ്ഞു പോയിട്ടില്ല. ചിരിക്കാൻ മറക്കുന്നവരെ പഠിച്ചുകൊള്ളുക, ചിരിക്കാൻ മറക്കുന്നവരെ പഠിച്ചുകൊള്ളുക. അവസാന സമയത്ത് ആർക്കെങ്കിലും എന്നെ ഉപദ്രവിക്കണമോ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയോ, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കണക്ക് തീർക്കാൻ എനിക്ക് കഴിയില്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഇടപാടുകൾ തീർക്കണമെന്ന് പറയുമ്പോൾ ഒരു വടി കയ്യിൽ വെച്ചുകൊണ്ട് നബിയേ, അങ്ങനെ യുദ്ധത്തിന്റെ ഇടയിൽ എന്റെ ശരീരത്തെ ഉപദ്രവിച്ചു നബിയേ, ആ ഉപദ്രവം ഈ വടി കൊണ്ട് അങ്ങയുടെ ശരീരത്തിലേക്ക് എനിക്ക് തിരിച്ചു തരണമെന്ന് ഊരിപ്പിടിച്ച ഒരു വടിയുമായി കടന്നു വന്നപ്പോ സഹാബികളൊക്കെ പൊട്ടിക്കടന്നു പോകുന്നു. മാനിക്കത്തിൽ നീ ഉപദ്രവിക്കുകയാണോ കാശ? ആ സമയത്ത് ചിരിച്ച ഒരേ ഒരാളേ ഉള്ളൂ, ആ സമയത്ത് ചിരിച്ച ഒരേ ഒരാളേ ഉള്ളൂ. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തൊരു അത്ഭുതമാണ്! കുറച്ച് പണം, കാരേറ്റ് ജംഗ്ഷനിൽ വലിയ കൊട്ടാരം, പള്ളിയെ വെല്ലുന്ന പവറുള്ള കൊട്ടാരം, അധികാരം, വാഹനം, ഇതൊക്കെ വരുമ്പോൾ സ്വന്തം കൂടപ്പുറപ്പിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ മറന്നു പോകുന്ന വമ്പന്മാരും ധിക്കാരികളും അഹങ്കാരികളും അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. സൂക്ഷ്മതയോടുകൂടി ആ ചിന്ത മനസ്സിൽ കൊണ്ടു നടന്നു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ.